ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു പെഡിക്യൂറിൻ്റെ വീഡിയോ ആണ്. എൻ്റെ ഹീൽസ് മൊത്തം ക്രാക്ഡ് ഹീൽസാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന മാസത്തിൽ 2 മാസത്തിൽ ഒരിക്കലേ ചെയ്യുന്ന ഒരു പെഡിക്യൂർ റുട്ടീനാണ്. വീട്ടിലുള്ള സാധനങ്ങൾ വച്ചിട്ട് നമുക്കപ്പം നോക്കാം. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇളം ചൂടുവെള്ളമാണ് വേണ്ടത്. അങ്ങനെ തീരെ തണുത്ത വെള്ളം പാടില്ല. ഒരു ചെറിയൊരു ചൂട് നമുക്ക് വേണം. അതിൻ്റെ അകത്ത് ഷാമ്പുവോ ബോഡി വാഷോ എന്തും ഇടാം. പിന്നെ കുറച്ച് ഉപ്പ്, കല്ലുപ്പോ ടേബിൾ സോൾട്ടോ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇടാം. പിന്നെ അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ബേക്കിംഗ് സോഡയാണ് വേണ്ടത്. ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കാല് അതിൻ്റെ അകത്തൊരു 15 to 20 മിനിറ്റ്സ് ഒന്ന് ഡിപ്പ്. ഒരു 10 മിനിറ്റ് ഞാൻ വാട്ടറിൽ നമ്മൾ ബേക്കിംഗ് സോഡ, ഷാമ്പൂ അല്ലെങ്കിൽ ഒരു ബോഡി വാഷൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ലേ. പിന്നെ ഉപ്പ് ഇത്ര ഇട്ട് വെച്ച വാട്ടറിൽ ഒരു ഇളം ചൂടുവെള്ളം എടുക്കണം കേട്ടോ. നന്നായിട്ട് തണുത്ത് പോകാൻ പാടില്ല, കുറച്ച് ചൂട് വേണം. അതിനകത്തൊരു 10 to 15 മിനിറ്റ്സ് നമ്മളിങ്ങനെ സോക്ക് ചെയ്ത് വയ്ക്കുക. ഫ്രൂട്ട് ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഒരു പ്യൂമൈ സ്റ്റോണോ ഒരു സ്ക്രബ്ബറോ എന്തായാലും എന്നെ ഒരു പ്യൂമൈ സ്റ്റോണാണ് എടുത്തേക്കുന്നത്. ആ ക്രാക്ക് ടീൽസിൻ്റെ അവിടെയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം. നല്ല രീതിയിൽ ഇവിടെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഉരച്ചു കൊടുക്കുക. നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ആകാൻ വേണ്ടി നല്ലതാണ്. പ്യൂമൈ സ്റ്റോണോ നിങ്ങളുടെ കയ്യിൽ ഇപ്പം എന്താണെങ്കിലും, ചിലവരുടെ കയ്യിൽ പ്യൂമൈ സ്റ്റോണിൻ്റെ ഇങ്ങനെ ഒരു സ്റ്റിക്ക് പോലെ കാണും, ഈ സ്ക്രബ്ബർ വരുന്ന ഒരു ടൈപ്പ് കാണും. എന്ത് വേണമെങ്കിലും ഈ നമ്മുടെ ക്രാക്ക് വീണിടത്തൊക്കെ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. 2 കാലും ചെയ്യുക. പിന്നെ നെയിൽസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ഫയൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല നനഞ്ഞിരിക്കുന്ന നെയിൽസ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഫയൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ അത് റിമൂവർ വെച്ച് റിമൂവ് ചെയ്യണം. ഒരു ഹോം മെയ്ഡ് സ്ക്രബ്ബറാണ് എടുക്കുന്നത്. നമ്മളൊരു ഹോം മെയ്ഡ് സ്ക്രബ്ബ് കാലിൽ പരട്ടാൻ പോവുകയാണ്. ഇതിൻ്റെ അകത്ത് പൊട്ടറ്റോയും ടൊമാറ്റോയും കൂടി നമ്മൾ മിക്സിയിലൊന്ന് പേസ്റ്റ് ചെയ്താണ്. നമ്മുടെ പൊട്ടറ്റോയും ടൊമാറ്റോയും പിന്നെ കോഫി പൗഡറും കുറച്ച് പഞ്ചസാരയും കുറച്ച് ടർമറിക് പൗഡറും കൂടെ മിക്സ് ചെയ്തതാണിത്. കോഫി പൗഡർ, ടർമറിക്, പഞ്ചസാര. ഇത് നമ്മുടെ ടൊമാറ്റോയും പൊട്ടറ്റോയും അരച്ചതാണ്. ഇതൊക്കെ നമ്മളൊരു ടാൻ റിമൂവൽ സ്ക്രബാണ്. അടിപൊളി എഫക്റ്റീവായിട്ടുള്ള സാധനമാണ്. പൊട്ടറ്റോ, ടൊമാറ്റോ എല്ലാം ടാൻ റിമൂവലിന് പറ്റിയ ഐറ്റമാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് 2 കാലിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. ഞാൻ ഈ സ്ക്രബിങ്ങും പിന്നെ ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പാക്കോ അങ്ങനെ ഒരു വലിയ പ്രൊസീജിയറൊന്നുമല്ല. ഈ സോക്ക് ചെയ്ത് വയ്ക്കുന്നതാണ് നമുക്ക് മോസ്റ്റ് എഫക്റ്റീവ്. നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ സ്ക്രബ് നമുക്ക് ഓവറോൾ ബോഡിക്ക് യൂസ് ചെയ്യാം. ടാൻ റിമൂവലിന് പറ്റിയ ഒരു സ്ക്രബാണ്. ഈ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് നല്ല രീതിയിൽ നെയിൽസിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. അങ്ങനെ സ്ക്രബൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് നമ്മുടെ പാദമൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥ നോക്കാം. കണ്ടോ, ഇതിലെ അഴുക്കൊക്കെ മാറി നല്ല ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, വേറെ കൂടുതലൊന്നും ഞാൻ ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ തുടച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് ക്രീം വെച്ചൊന്ന് മസാജ് ചെയ്യണം. ഓക്കെ, ഞാനിവിടെ എടുത്തേക്കുന്ന ഈ ഗ്ലൂട്ടാഹയ എന്ന് പറഞ്ഞിട്ടൊരു മോയ്സ്ചറൈസറാണ്. ജസ്റ്റ് ഞാൻ അതുകൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്യും. നല്ല രീതിയിലൊരു മസാജ് കൊടുക്കുക. മാറിയിട്ട് നല്ലൊരു എഫക്റ്റ് കിട്ടും. ഞാൻ ഈ സ്ഥിരം യൂസ് ചെയ്യാറുള്ളതാണ്. അങ്ങനെ ഒരു പാർലർ എഫക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കാലുകളൊക്കെ വൃത്തിയാവും. വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നല്ലൊരു അടിപൊളി സ്ക്രബാണ്. നമുക്ക് ഓവറോൾ ബോഡി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സ്ക്രബാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റാ, ബൈ ബൈ, സീ യു.